ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ മറ്റൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആയിട്ട് വന്നിരിക്കുകയാണ്. ആ സ്പെഷ്യൽ ഗെറ്റ് റെഡി വിത്ത് മീ ഫോർ അൻ എൻഗേജ്മെന്റ്. നമുക്ക് എൻഗേജ്മെന്റ് പോകാൻ വേണ്ടി ഒരു കസിന്റെ എൻഗേജ്മെന്റ് ആണ്. നമുക്ക് അതിന് നല്ല സുന്ദരിയായിട്ട് പോകും. അവളുടെ എൻഗേജ്മെന്റ് ആണെങ്കിലും നമ്മളാണ് ബ്യൂട്ടിഫുൾ ആയി പോയത്. അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പം എന്റെ ടെക്നിക്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാം. ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. അപ്പോൾ ഇന്ന് നമുക്കൊരു മിനിമൽ സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരുപാട് മേക്കപ്പ് പ്രോഡക്ട്സ് ഉപയോഗിക്കണം. പറയുന്നില്ല. ഫസ്റ്റ് നമുക്ക് ഞാനൊരു വിറ്റമിൻ സിന്റെ ഒരു സെറം ഇടാം. ഓൾ ടൈം ഫേവറേറ്റ് എന്റെ മറ്റേ പോൺസിന്റെ ജെല്ല്. എന്റെ പൊന്നെ സാറേ, ഇത് ഭയങ്കര ഒരു സാധനമായി ഭയങ്കര ഞാൻ കഴിഞ്ഞ ഗെറ്റോടെ വിറ്റിന് ഞാൻ പറഞ്ഞു. എനിക്ക് ഇത് സ്കിപ്പ് ചെയ്തിട്ട് എനിക്ക് ഒരിടത്തും പോകാൻ പറ്റുന്ന ബേസ് അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് ഈ ഒരു ജെല്ലെന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് പാർട്ട് ഓഫ് ഒരുപാട് നേരം വെയിലത്തും ഒക്കെ നല്ല ചൂടൊക്കെ കൊള്ളാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് മോയ്സ്ചറൈസർ ഇടാൻ പോകുന്ന ബേസ് ഞാൻ ഉപയോഗിക്കുന്നത് ഡോട്ട് ആൻഡ് കീന്റെ മോയ്സ്ചറൈസർ ആണ്. കൊള്ളാം, നല്ലൊരു മോയ്സ്ചറൈസർ ആണ്. സോറി, സൺസ്ക്രീൻ നല്ലൊരു സൺസ്ക്രീൻ ആണ്. പക്ഷെ ഞാൻ ഒരുപാട് ഉപയോഗിക്കുന്നില്ല. 2 ഫിംഗർ റോളൊക്കെ ആണ് സൺസ്ക്രീൻ എന്ന് എനിക്കറിയാം. പക്ഷെ എനിക്ക് ഡോട്ട് റോളാണ് സൺസ്ക്രീൻ കേട്ടോ. അപ്പൊ സൺസ്ക്രീനും കൂടെ ഇട്ടതോടുകൂടി നമ്മുടെ സ്കിൻ കെയർ പരിപാടി എല്ലാം കഴിഞ്ഞ കേട്ടോ. ഇത്രയുള്ള സ്കിൻ കെയർ പരിപാടികളൊക്കെ ക്യൂട്ടായോ പോ അതുണ്ട് ക്യൂട്ടായി കഴിഞ്ഞു. അപ്പം ഓക്കെ, ഒരു കാര്യം പറഞ്ഞു, ലിബം പറ്റില്ല. ഇത് ഞാൻ പറയണ്ടല്ലോ വയസ്, എന്റെ ഫേവറേറ്റ് സാധനം. നമ്മൾ സ്കിമ്മിൽ വേണ്ടിയിട്ടുള്ള അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് ഇനി ബ്രൂട്ടീഷൻ തുടങ്ങാം. ബ്രൂട്ടീഷൻ ചെയ്യാനായിട്ട് ഐ എം യൂസിങ് ദിസ് മേക്കപ്പ് ബാസ്. നമ്മളിപ്പോഴും കൺസീലർ, ഫൗണ്ടേഷൻ, എന്താ പറയാ, കളർ കറക്റ്റ് ആ പരിപാടി അതിലോട്ടൊന്നും ഇറങ്ങിയിട്ട് കഴിയും. നമ്മളിപ്പോഴും മേക്കപ്പ് ബോക്സ് ആണ്. കുഞ്ഞമ്മ ദുബായിൽ നിന്ന് കൊണ്ടുവന്ന് എനിക്കിതുപോലെ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ വരുമ്പോൾ ഞാൻ ഇതിലുള്ള സംഭവങ്ങളൊക്കെ വെച്ച് അങ്ങ് വരുമോ അത്രയൊക്കെ മതി നമുക്ക്. ഇപ്പൊ ഞാനിന്ന് ഐശ്വര്യ ഇടാം. ഐശ്വര്യയൊക്കെ ആയിട്ടും ഈ ഒരു കളർ ഉപയോഗിക്കുന്നത് നല്ലതാണ്, നല്ല രസമാണ് ഈ ഒരു കളർ. നമുക്ക് ഈ ഒരു കളർ ഉപയോഗിച്ചും ഇടാം. ഞാൻ ക്യാമറ നോക്കി ഇടാനുള്ള ഒരു ഇതെനിക്ക് ആയിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് ഇതിൽ നോക്കി. അപ്പൊ ഞാൻ ഐശ്വര്യ പോയിട്ട് വന്നിട്ടുണ്ട്. ക്യാമറ കൂടെ നോക്കുമ്പോൾ ഇത്തിരി ഓവറാണെന്ന് തോന്നും, പക്ഷെ ഒട്ടും ഓവറല്ല ഗൈസ്, ഞാൻ കുറച്ചേ ഇട്ടിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ ഐലൈനർ വരച്ചിട്ടുണ്ട്. ഞാൻ പറയുന്ന പോലെ തന്നെ ഒരെണ്ണം ഒരു വഴിക്ക് പോയി ഒരെണ്ണം ഒരു വഴിക്ക് പോയി. ഞാൻ ഇതിനെ പറക്കുമ്പോൾ നടക്കൂല, ഇതുകൊണ്ട് പറ്റാത്തതാണ്. ഞാൻ നിർത്തും. നെക്സ്റ്റ് നമുക്ക് ബ്ലഷ് ഇടാം. എന്റെ ബ്ലഷ് എന്ന് പറയുമ്പോഴത്തേക്കും എനിക്കല്ലാത്ത ബ്ലഷ് ഇടുന്നതിനെക്കാട്ടിലും ഇഷ്ടം എന്റെ ഒരു ടെക്നിക് ബ്ലഷ് ഉണ്ട്. പക്ഷെ ഞാൻ വീഡിയോയിൽ ആ ടെക്നിക് ബ്ലഷ് കാണിക്കുന്നില്ല, കാരണം അതൊരു ടെക്നിക് ആയതുകൊണ്ടാണ് കേട്ടോ. ഇനി നമുക്ക് പൊട്ട് വെക്കാൻ കഴിച്ചു ഒട്ടും സമയമില്ല. ഇവർ എന്നെ ധൃതിപ്പെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. പെട്ടെന്ന് പറഞ്ഞിട്ട് ഇനി നമുക്ക് കൈ പൊട്ടും വയ്ക്കാം. പിന്നെ എനിക്ക് അറിയാം നമുക്ക് പൊട്ടണം, നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് തലയിൽ കെട്ടണം. അപ്പൊ എന്നിട്ട് ഞാൻ എന്റെ ഫൈനൽ ലുക്ക് കാണിച്ചു. ഇനി അതിനെ സമയമുള്ളൂ ഗൈസ്. ഫൈനലി ഞാൻ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. എങ്ങനെയുണ്ട്? ക്യൂട്ടായിട്ടില്ല?